ഞാൻ അഖിൽ. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലായിട്ട് നടന്ന 2024 LDCയിലെ മാത്സ് എക്സ്പ്ലനേഷൻ. പോയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ. k + 1/k - 2 = 0. k + 1/k - 2 = 0. k > 0. k 0 വലുതാണെന്ന് പറയുകയാണ്. ആയാൽ k⁻29 + 1/k⁻29 - 2ൻ്റെ വില എന്താകും എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന പോയിന്റ് ഞാനൊന്ന് എഴുതിക്കോട്ടെ. k + 1/k - 2 = 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ k + 1/k, ഈ -2 നമുക്ക് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ +2 എന്ന് കിട്ടും. അപ്പോൾ k + 1/k = 2 ആവണമെങ്കിൽ kയുടെ വില 1 ആവണം. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. k 1 ആവുമ്പോഴാണ് 1. അപ്പോൾ ഇവിടെയും k 1. അപ്പോൾ kയുടെ സ്ഥലത്ത് 1 പ്ലസ് kയുടെ വില ഞാൻ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 1/k യുടെ വില 1. അപ്പോൾ 1 + 1/1 1, ദാറ്റ് ഈസ് = 2 കിട്ടും. അപ്പോൾ kക്ക് വാല്യൂ 1 ആവുമ്പോഴാണ് k + 1/k 2 ആകുന്നത്. അതൊന്ന് ഓർത്ത് വെക്കാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്. അതറിയത്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. രണ്ടും ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. k + 1/k = 2 ആണ്. kയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെ അറിയാവുന്ന കുട്ടികൾക്ക് ഈ ചോദ്യം എളുപ്പമായിരിക്കും. k⁻29 + 1/k⁻29 - 2, ദാറ്റ് ഈസ് = അതിൻ്റെ വാല്യൂ ആണല്ലോ ചോദ്യം. അതുകൊണ്ട് നമ്മളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. k എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/29 പ്ലസ് 1/k എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/29 - 2. 1 എന്തും 1 ആണ്. പ്ലസ് 1/1 എന്തും 1 ആണ്. -2. അപ്പോൾ 1 + 1/1 1 ആണ്. -2. 1 + 1 2 ആണ്. 2 - 2 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്തായാലും. ഓപ്ഷൻ ഡി. k 1 ആണ് എന്നറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അതറിയണമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നോർമൽ സ്റ്റെപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് താല്പര്യമില്ല, നിങ്ങൾക്കത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോ, സ്കിപ്പ് ചെയ്ത് പൊക്കോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കോ. k + 1/k - 2 = 0. k നമുക്ക് ആലോചനയിൽ കിട്ടുന്നില്ല 1 ആണ് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളിതിനെ എല്ലാത്തിനെയും ഒരു k കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്തോ എല്ലാത്തിനെ. അപ്പോൾ k എല്ലാ ടൈമിനെ ഞാനൊരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. kനെ ഒരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തോ കിട്ടും? k² എന്ന് കിട്ടും. പ്ലസ് 1/k ഒരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1/k ഞാനൊരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ kയും kയുടെ കട്ട് ചെയ്ത് പോയി 1 കിട്ടും. മൈനസ് 2നെ ഒരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2k, ദാറ്റ് ഈസ് = 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ k², ഈ -2k ആദ്യം വെക്കുന്നത്, പ്ലസ് 1, ദാറ്റ് ഈസ് = 0. അപ്പോൾ k² - 2k + 1 എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും പഠിച്ചു വെച്ചേ പറ്റൂ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ k - 1² ആണ്. k - 1² നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. a - b² എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? a - b² എന്ന് പറഞ്ഞാൽ ആദ്യം a² -2ab, രണ്ടും എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നടുക്ക് 2ab പ്ലസ് b², ഇതാ റിസൾട്ട്. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. k - 1² k² മൈനസ് 2ab 2 × k 2k 2k × 1 2k പ്ലസ് 1ൻ്റെ സ്ക്വയർ 1. ഓക്കെ, ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഈ k² - 2k + 1 എന്ന് പറയുന്നത് കേട്ടോ. k - 1². അപ്പോൾ k - 1² 0 ആണെങ്കിൽ k - 1 എന്താവണം? 0 വരണം. ഈ സ്ക്വയർ കളയാൻ വേണ്ടി അപ്പുറത്ത് റൂട്ട് എടുത്താൽ മതി. √0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ kയുടെ വാല്യൂ 1 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം. k⁻29 + 1/k⁻29 - 2ൻ്റെ വാല്യൂ. kയുടെ വാല്യൂ 1 ആണ്. 1/29 1 കിട്ടും. 1/1/29 1 കിട്ടും. -2 1/1 1 ആണല്ലോ. അപ്പോൾ 1 + 1 -2 2 - 2 0 എന്ന് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി. ജസ്റ്റ് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും പേടിക്കാനില്ല. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഒരു മെൻ്റൽ എബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 16 ÷ 4 74 ആണെന്ന് തന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം 16/4 ഒരു കാരണവശാലും 74 അല്ലെന്ന്. 16/4 എത്ര ആണെന്ന് നിങ്ങൾക്കറിയാം. എത്ര? 4 ആണ്. ഈ 4 ഈ ചോദ്യത്തിൻ്റെ അവസാനം, ഇവിടെ തന്നേക്കുന്ന ആൻസറിൻ്റെ അവസാനം കിടപ്പുണ്ട്. നിങ്ങളടുത്ത 35/7 അത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 85 ആണ്. അങ്ങനെയാണ് തന്നേക്കുന്നത്.
35/7 എത്ര നിങ്ങൾക്ക് അറിയാം. 35നെ 7 ഡിവൈഡ് ചെയ്താൽ എത്ര? 5. അത് അതിൻ്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ 55/5 നിങ്ങൾ പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. 55/5 തന്നേക്കുന്നത് 1011 എന്നാണ്. 55നെ 5 ഡിവൈഡ് ചെയ്താൽ 11 അവസാനം കിടപ്പുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 49 ഡിവൈഡഡ് ബൈ 7 അപ്പോൾ 49നെ 7 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 7. അത് എന്തായാലും നമ്മുടെ ചോദ്യത്തിൻ്റെ അവസാനം കാണണം. ഓക്കെ, 7 അവസാനിക്കുന്ന 2 ഓപ്ഷൻ ഉണ്ട് എന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ ആദ്യത്തേനെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുമല്ല അവസാനം എന്തായാലും 7 അവസാനിച്ചേ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ മറ്റൊരു സത്യം കൂടെ പിടികിട്ടുവാണെങ്കിൽ ഇനി നമുക്ക് ഈ 7 എങ്ങനെ വന്നെന്ന് അന്വേഷിക്കേണ്ടത്. ഈ 7 എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിനകത്തോട്ട് നോക്കുമ്പോൾ 6 ഒന്നുകൂടെ കൂട്ടിയാൽ 7 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു 8 എങ്ങനെ വന്നു? ഈ 5 3 കൂട്ടുന്നതല്ലേ 8. ഈ 10 എങ്ങനെ വന്നു? 5 5 കൂട്ടിയാൽ 10 കിട്ടത്തില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് 9 4 കൂട്ടുന്ന 13 ഇവിടെ വരേണ്ടതല്ലേ? അപ്പോൾ 137 ഉത്തരവാകുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം നമ്പർ 3. x - 1/x = 1/2 ആയാൽ എന്തായിരിക്കും 4s² + 4/s² വില? ഇതാണ് ക്വസ്റ്റ്യൻ. x ≠ 0 എന്ന് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളങ്ങോട്ട് നോക്കിക്കോണം. എക്സ് ഇത് ഞാൻ 2 രീതി പറഞ്ഞു തരുന്നതാണ്. ആദ്യം ഒരു നോർമൽ സ്റ്റെപ്പ്, നമ്മൾ മുൻ ക്ലാസ്സിൽ മറ്റു കഥകൾ ഒരു സംഭവമുണ്ട്, അത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴി, ഇനി പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്, അത് രണ്ടും കാണിച്ചു തരാം. അപ്പോൾ x - 1/x = 1/2 ആണെന്ന് തന്നിരിക്കുന്നു. ആണല്ലോ. നിങ്ങളിത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ x - 1/x = a ആയാൽ x² + 1/s² എത്ര ആണെന്ന് നമുക്ക് മുൻപ് പലപ്പോഴും PS റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. x - 1/x a ആയാൽ x² + 1/s² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് എല്ലായ്പ്പോഴും ഇവിടെ മൈനസ് ആണെങ്കിൽ ഒരു 2 ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനെ റിസൾട്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റിസൾട്ട് ഇവിടെ ഉണ്ട്. x + 1/x = a ആയാൽ x² + 1/s². അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ ചെയ്യുക. ചോദ്യത്തിൽ പ്ലസ് ആണെങ്കിൽ ഒരു -2 ചെയ്യുക. ഇതാണ് റിസൾട്ട്. ഇത് രണ്ടും അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാം, അറിയാത്തവർക്ക് വേറൊരു സ്റ്റെപ്പ് ഉണ്ടേ, പറഞ്ഞുതരാം. അപ്പോൾ x - 1/x = a ആയാൽ x² + 1/s² വാല്യൂ എന്തുവാ? a² + 2 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, x - 1/x = 1/2 ആയാൽ x² + 1/x² എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? നിങ്ങൾ പറ. x² + 1/s². ആദ്യം ഇതിൻ്റെ സ്ക്വയർ ചെയ്യണം, അതായത് a². a എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2ൻ്റെ സ്ക്വയർ പ്ലസ് 2. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് ആദ്യം അന്വേഷിക്കണം. 1/2ൻ്റെ സ്ക്വയർ എത്ര? 1/4 പ്ലസ് 2. ഓക്കെ, നമുക്ക് ഈ 2ൻ്റെ താഴോട്ടൊരു 1 ഇടാം. എന്നിട്ട് ഇതിനെ ക്രോസ് ചെയ്ത് ഒറ്റ ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 1 1 പ്ലസ് 4 × 2 8 ഡിവൈഡ് ബൈ 4 × 1 4. ഓക്കെ, അപ്പോൾ 1 + 8 9 9 ഡിവൈഡ് ബൈ 4 എന്തോ കിട്ടി? x² + 1/s². ഇത് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒന്നുകൂടെ x - 1/x = 1/2 ആയാൽ s² + 1/s² എന്ന് പറഞ്ഞാൽ ഈ 1/2ൻ്റെ സ്ക്വയറെ ചോദ്യത്തിൽ മൈനസ് ആണ് +2 ചെയ്യുക, ചോദ്യത്തിൽ പ്ലസ് ആണ് -2 ചെയ്യുക. ഇവിടെ മൈനസ് ആയതുകൊണ്ട് +2 ചെയ്തു. 1/2ൻ്റെ സ്ക്വയർ എടുത്ത് 1/4, 2ൻ്റെ താഴെ ഒരു 1 ഇട്ട് ക്രോസ് ചെയ്തു. 1 × 1 1, ഈ പ്ലസ് അതേപടി ഇട്ടു. 4 × 2 8 ഡിവൈഡ് ബൈ 4 8 ഒന്നുകൂടെ കൂട്ടി 50 9/4 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇതാണ്, 4x² + 4/x² എന്നാണ്. ശരിയല്ലേ? ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 4നെ ഇനി പുറത്തെടുക്കാം. 4s² + 4/s². മുകളിൽ രണ്ടിടത്തും 4 കിടപ്പുണ്ട്, പുറത്തെടുക്കാം. ഇവിടുന്ന് 4 ഇനി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? x² + 4/s² നിന്ന് 4 ഇനി കോമൺ എടുത്ത്, അപ്പോൾ പിന്നെ അവിടെ 1 വരും കേട്ടോ. 1/x². ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × s² + 1/s² നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 9/4. അപ്പോൾ ആ 9/4 അവിടെ ഉപയോഗിക്കാം. 4 4 ഇവിടെ കട്ട്, നിങ്ങൾക്ക് എത്ര കിട്ടും? 9 കിട്ടും. 9. അപ്പോൾ 4s² + 4/s² എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇത് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാവുന്നതാണ്. എത്ര പേർക്ക് അറിയാം? അറിയാവുന്നവർക്ക് ഇത് ചെയ്യാം.
അല്ലെങ്കിൽ ഈ ക്വസ്റ്റിനെ എങ്ങനെ സമീപിക്കണം, അത് നോർമൽ സ്റ്റെപ്പാണ്, നമ്മുടെ സ്കൂളിൽ പഠിച്ച മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോ. എക്സ് മൈനസ് 1/x = 1/2 ആയാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് ഞാനൊന്ന് എടുക്കുവാണ്. എന്തായാലും തന്നേക്കുന്നതിൽ വെച്ചാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. 1/2 ഇവിടെ ഒരു 2 കിടക്കുവാണേ. ആ 2 ഒഴിവാവാൻ വേണ്ടി ഞാൻ എല്ലാത്തിനെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈങ് വിത്ത് 2 മൾട്ടിപ്ലൈങ് വിത്ത് 2 പ്രശ്നമില്ലല്ലോ, ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ഈ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x മൈനസ് ഈ 1/xനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പം 2/x ദാറ്റ് ഈസ് ഇക്വൽ ടു 1/2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൂടെ കട്ട് ചെയ്ത് പോയി 1. ഇത്ര എഴുതി. അതായത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ 2/x എന്ന് കിട്ടുന്നു. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 കൂടെ കട്ട് ചെയ്ത് 1 എന്ന് കിട്ടുന്നു. ഇനി അപ്പുറം ഇപ്പുറം ഞാൻ സ്ക്വയറിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സ്ക്വയർ ചെയ്യുന്നു 2x മൈനസ് 2/x ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വൽ റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യുന്നു 1 സ്ക്വയർ. ഇനി നിങ്ങൾ അറിയണം a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഈ റിസൾട്ട് നമ്മളിപ്പോൾ രണ്ടാമതായിട്ടാണ് ഈ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉപയോഗിക്കുന്നത്. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്തുവാ? ആദ്യം എക്ക് സ്ക്വയർ കൊടുക്കണം, a സ്ക്വയർ. എന്നിട്ട് ഇവിടുത്തെ സൈൻ ഇവിടെ ഇട്ടിടണം മൈനസ്. എന്നിട്ട് ഈ 2ഉം എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നടുക്ക് വയ്ക്കണം. എന്നിട്ട് പ്ലസ് ഇട്ടിട്ട് ബിക്ക് സ്ക്വയർ കൊടുക്കണം. ഇതാണ് റിസൾട്ട്. അപ്പോൾ ഇതേ മൈനസ് ഇതേ ദ സ്ക്വയർ എന്ത് ചെയ്യണം? ആദ്യം 2xന് സ്ക്വയർ കൊടുക്കണം. ഇത് 2 ടേം ഉണ്ടായിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ കൊടുക്കണേ. മൈനസ് 2ab 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2/x പ്ലസ് പിന്നെന്തോ പറഞ്ഞേക്കുന്നത് ബിക്ക് സ്ക്വയർ, ബി സ്ക്വയർ മീൻസ് 2/xന് സ്ക്വയർ. ദാറ്റ് ഈസ് ഇക്വൽ റൈറ്റ് സൈഡ് എന്തുണ്ട്? 1 സ്ക്വയർ 1. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്ക് 2x ദ ഹോൾ സ്ക്വയറാണ്. അപ്പോൾ 2നും എക്സിനും സ്ക്വയർ കൊടുക്കണം. ഇനി 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ x സ്ക്വയർ മൈനസ് ഈ മൈനസ് ദാണ്ട് ഈ എക്സും ഈ എക്സോടെ കട്ട് 2 × 2 4, 4 × 2 എത്ര 8 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ സ്ക്വയർ റൈറ്റ് സൈഡിൽ 1 സ്ക്വയർ 1. ഈ മൈനസ് 8 അപ്പുറത്ത് കൊണ്ടുവന്ന് അപ്പോൾ 4x സ്ക്വയർ പ്ലസ് 4/x സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ അപ്പുറത്തൊരു 1 ഉണ്ട്. ഈ മൈനസ് 8 അപ്പുറത്ത് പോകും പ്ലസ് 8. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് 4x സ്ക്വയർ പ്ലസ് 4/s സ്ക്വയർ എന്ത് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര? 9. ഇതാണ് ഇതിന് ഓപ്ഷൻ എ 9. ഇതാണ് ഇതിൻ്റെ അകത്ത് റിയൽ ആയിട്ടുള്ള സ്റ്റെപ്പ് കേട്ടോ. ഇത് കണ്ടാരും അന്തം വിടേണ്ട. നമുക്കിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് എടുത്ത ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ. നേരത്തെ ക്വസ്റ്റ്യനും റിയലായിട്ടേ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം, മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാവും? നമുക്കൊരു വൃത്തത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള പരപ്പളവ് വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് πr² ആണ്. ഇവിടെ 6 2 ടൈം ഉണ്ട് 6. ഓക്കെ, 6 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് 6 × 6. ഓക്കെ, അപ്പോൾ നമ്മുടെ വിസ്തീർണം നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ടത് റേഡിയസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 50% വർദ്ധിപ്പിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റേഡിയസ് എത്ര ആയി കാണും? നിലവിൽ 100 ആയിരുന്നു റേഡിയസ് എങ്കിൽ 50% വർദ്ധിപ്പിക്കപ്പം അത് 150% ആയിട്ടുണ്ടാവും. 150%. ഓക്കെ, അപ്പം ഈ 6ൻ്റെ സ്ഥാനത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ 150 ഇട്ട് കൊടുക്കുക. 150. അപ്പോൾ r² മാത്രമേ ചേഞ്ച് ഉള്ളേ. അപ്പോൾ നമ്മുടെ ഏരിയ സർക്കിളിൻ്റെ ഏരിയ തൽക്കാലം 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 ആണെന്ന് ചുമ്മാ വിചാരിക്കുക 100. 6 ഇപ്പം നിലവിൽ 150% ആയിട്ടുണ്ട്. 150%. അപ്പോൾ ആ 150% 2 തവണ ഈ 100നെ കയറി മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 6 നേരത്തെ 50% അല്ല, നേരത്തെ എത്ര ആയിക്കൊള്ളട്ടെ, അതിൻ്റെ 50% വർദ്ധിപ്പിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ റേഡിയസ് 50% വർദ്ധിപ്പിച്ച് അത് 150% ആവും. ആ 150% ഈ 100-നകത്തോട്ട് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ ഏരിയക്കകത്ത് ഉണ്ടാവുന്ന ചേഞ്ച് ആ ചോദ്യം. ഏരിയക്കകത്ത് 6 2 ടൈംസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പം നിലവിലുള്ള ഏരിയ എത്ര ആണ് എന്ന് കിട്ടും.
അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോ. 100 100 കട്ട്, ഈ 2 0 ഈ 2 0 കട്ട്, 15 × 15 നമുക്കറിയാം 225 അപ്പം നിലവിൽ നേരത്തെ ഏരിയ 100% ആണെങ്കിൽ ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 225% ആയിട്ടുണ്ടാവും. അപ്പം യഥാർത്ഥത്തിൽ എത്ര വർധനവിൻ്റെ ശതമാനമാണ് നമ്മുടെ ചോദ്യം. അതായത് എത്ര ശതമാനം വർധനവുണ്ടാവുമെന്നാണ്. വർധനവിൻ്റെ ശതമാനം മീൻസ് ഇത് എത്ര ശതമാനം കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 100 225 ആയിട്ടുണ്ട്. എത്ര കൂടി? 125% കൂടി. ശരിയല്ലേ? 125%. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി. ഈ മെത്തേഡ് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. ഓക്കെ. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചിയിൽ 180 ഡിഗ്രി വരും? മണിക്കൂർ മിനിറ്റ് സൂചിയിൽ 180 ഡിഗ്രി വരുന്നത് 6 മണി ഒരു എക്സാമ്പിളാണ്. 6 മണി, പിന്നെ 7:05 കഴിഞ്ഞ് 7:06 ആവുന്ന ഒരു ടൈം, പിന്നെ 8:10 കഴിഞ്ഞ് 11 എടുക്കുന്ന സമയം. ഇവിടൊക്കെയാണ് 8:10 സംതിങ് ആവുമ്പോഴൊക്കെയാണ് ഈ എതിർദിശയിൽ വരുന്നത്. അവിടെയാണ് 180 ഡിഗ്രി ഫോം ചെയ്യുന്നത്. 180 ഡിഗ്രി എതിർദിശ 6 മണി. ഓക്കെ, എതിർദിശയിൽ വരുന്നത്. അപ്പോൾ ഒരു ദിവസം മൊത്തം എത്ര തവണ എതിർദിശ വരുമെന്ന് വെച്ചാൽ 22 തവണയാണ് കേട്ടോ. ഒരു ദിവസം 22 തവണയാണ് വരുന്നത്. ഒരു ദിവസം. അപ്പം 10 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ എതിർദിശയിൽ വരുമെന്നാണ് ചോദ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 10 മണി തൊട്ട് 11 മണി വരെ ഒരു എതിർദിശ സ്വാഭാവികമായിട്ട് നടക്കും. ഓക്കെ, 10, 20, 25 അടുക്കുന്ന സമയത്ത് അപ്പം 180 ഡിഗ്രി ഫോം ചെയ്യും. പിന്നെ 11 മണി സംതിങ്ങിൽ ഒരെണ്ണം നടക്കും, 12 മണി സംതിങ്ങിൽ ഒരെണ്ണം നടക്കും, 1 മണി വരെയാ. പിന്നെ 1 മണി ഈ സംതിങ്ങിൽ നടക്കണമെങ്കിൽ 1:35 കഴിഞ്ഞ് 1:40 ആവണം. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആവണം. അപ്പം 3 തവണയാണ് യഥാർത്ഥത്തിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ 180 ഡിഗ്രി ആവുന്നത്. 3 തവണ. കുറച്ച് കാര്യങ്ങൾ ചുമ്മാ ഒന്ന് പറയാം. ഒരു ദിവസം മീൻസ് 24 മണിക്കൂറിൽ 22 തവണയാണ്. നമ്മുടെ ആൻസർ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. 3 തവണ. 24 മണിക്കൂറിൽ മീൻസ് ഒരു ദിവസത്തിൽ 22 തവണയാണ് മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിൽ വരുന്നത്. മീൻസ് 180 ഡിഗ്രി വരുന്നത്. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂറിലോ? 12 മണിക്കൂറിൽ 11 തവണയാണ്. ഓക്കെ, അപ്പോൾ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റൊട്ടേഷനാണ്. അത് ഈ 11 തവണയേ വരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഏതോ ഒരു സമയത്ത് ഇത് നടക്കത്തില്ല. അത് ഏത് സമയം എന്ന് വെച്ചാൽ 6 മണി എക്സാമ്പിളാണ്. എതിർദിശയിൽ വരുന്നതിന് എക്സാമ്പിളാണ് 6 മണി 180 ഡിഗ്രി ആവുന്നത്. ഈ എക്സാമ്പിളിൻ്റെ പിറകിലുള്ള സമയമുണ്ടല്ലോ 5 മണി സംതിങ്ങിൽ ഈ എതിർദിശ എന്ന് പറയുന്നൊരു പരിപാടിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്തുവാ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒന്ന് പറഞ്ഞു തരാം. 6 മണി 180 ഡിഗ്രിയാണ്. 7:05 കഴിയുന്ന ഒരു സമയമാണേ, അവിടെ ഒരു 180 ഡിഗ്രി വരും. 7:05 നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. പിന്നെ 8:10 കഴിയുന്ന ഒരു സമയത്ത് 180 ഡിഗ്രി വരും. പിന്നെ 9:16 ആവുന്ന സമയത്ത് 180 ഡിഗ്രി വരും. അപ്പോൾ 7 മണിയിലുണ്ട് 7:05 ആവുമ്പം, 8 മണിയിലുണ്ട് 8:10 ആവുമ്പം, 9 മണിയിലുണ്ട് 9:16 ആവുമ്പം, 10 മണിയിലുണ്ട് 10:21 ആവുമ്പം, 11 മണിയിലുണ്ട് 11:25 26 ഒക്കെ ആവുമ്പം, 26 27 ആവുമ്പം, 12 മണിയിലുണ്ട് 12:37 ആവുമ്പം. ഓക്കെ, 12:30 കഴിഞ്ഞ് കുറച്ചിങ്ങോട്ടാവുമ്പോൾ 180 ഡിഗ്രിയാണ്. നേരെ ഇങ്ങനെ നിൽക്കത്തില്ലേ? ഓക്കെ. പിന്നെ 1 മണിയിലുണ്ട് 1:40 കഴിയുന്ന 1:35 കഴിയണം അല്ലേ? 35 കഴിഞ്ഞ് 1:40 കഴിഞ്ഞ് 41 അങ്ങനെയൊക്കെ ആവുമ്പം, അത് കറക്റ്റ് അറിഞ്ഞുകൂടാ ആ ടൈം. 1:40 1:35 കഴിയണം കേട്ടോ. അപ്പോൾ ഇത് 32 12:32 ആവുമ്പം. ഇത് 1:35 36 37 ആവുമ്പം. പിന്നെ 2:40 41 ആവുമ്പം. 3 45 46 47 ആവുമ്പം. 47 ആവുമ്പം. 4 50 51 ആവുമ്പം. 4 50 54 ആവുമ്പം വരും കേട്ടോ. 4:54 ആവുമ്പം. പിന്നെ 5 മണിയിലില്ല, 5:55 5:50 ഒന്നുമില്ല, സംതിങ് ഇല്ല. 5 മണിയിൽ ഈ സാധനം ഇല്ല, എതിർവശയില്ല. പിന്നെ വരുന്നത് വീണ്ടും 6 മണിയില്ല. അപ്പോൾ 6 മണി തൊട്ട് ഈ ജസ്റ്റ് 6 മണി വരെ ആവുമ്പോഴാണല്ലോ 12 മണിക്കൂർ ആവുന്നത്. അവിടെ യഥാർത്ഥത്തിൽ 1 2 3 4 5 6 7 8 9 10 11 ഇത്രയും ടൈമുകളാണ്. ഏകദേശമാണ് ഇത്, ഏകദേശം ഉള്ളത് കേട്ടോ.
ഈ ഒരു സമയങ്ങൾ വെച്ച് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്താൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങളൊരു ക്ലോക്ക് എടുത്തിട്ട് ചുമ്മാ ഒന്ന് കറക്കി നോക്കിയാൽ മതി. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൽ 10 മണിക്കും 1 മണിക്കും ഇടയിലുള്ള ഏകദേശ സമയങ്ങളെന്ന് പറഞ്ഞാൽ 10:21 ആ ഒരു ടൈം, 22 ടൈമൊക്കെ ആണ്. ഇതൊന്നും കറക്റ്റൊന്നുമല്ല, അത് കറക്റ്റ് പെർഫെക്റ്റ് ടൈമൊന്നുമല്ല. ഞാൻ ചുമ്മാ ഒന്ന് എഴുതി കാണിച്ചതേ ഉള്ളൂ. 11:26, 12:32, പിന്നെ 1:37 ആവുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ 3 എണ്ണമാണ് 10 മണിക്കും 1 മണിക്കും ഇടയിൽ 180 ഡിഗ്രി അഥവാ എതിർദിശയിൽ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: 10 വർഷം കൊണ്ടൊരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? അപ്പോൾ സാധാരണ പലിശയിൽ ഒരു തുക ഇരട്ടിയാവാൻ അതിനൊരു റിസൾട്ട് ഉണ്ട്. NR = 100 എന്നാണ് ഈ റിസൾട്ട്. ഓക്കെ, ഇരട്ടിയാവാൻ NR = 100 എന്നാണ്. ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ടൈംസ്. അപ്പോൾ 2 മടങ്ങ് ആകാൻ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. NR = 100 എന്നാണ്. ഓക്കെ, ഇനി നേരെ മറിച്ച് 2 മടങ്ങിന് പകരം 3 മടങ്ങെന്നാണ് നിങ്ങളുടെ സാധാരണ പലിശയിൽ തന്നേക്കുന്നതെന്ന് വിചാരിക്കുക. 3 മടങ്ങ്. അങ്ങനെയാണെങ്കിൽ NR എന്ന് പറയുന്നത് ഈ 3ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 2 കിട്ടത്തില്ലേ? അതിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും 200. ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് ഫോം ചെയ്യിപ്പിച്ച് ചെയ്യാം. അതായത് ഇനി സാധാരണ പലിശയുടെ കേസാണ്. സാധാരണ പലിശയിൽ ഒരു തുക 4 മടങ്ങ് നടക്കുന്നുണ്ട്. 4 മടങ്ങ്. അപ്പോൾ 4 മടങ്ങാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഇത് ഉപയോഗിക്കാം. NR = 4 × 1 3 × 100 300. ഓക്കെ, ഇവിടെ 2 മടങ്ങാവുമ്പം NR = 2 ൽ 1 മൈനസ് ചെയ്താൽ 1 കിട്ടും. 1 × 100 100. ഈ റിസൾട്ടാണ് നമ്മൾ ഫോം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ എത്ര മടങ്ങായാലും ജസ്റ്റ് 1 കുറച്ച് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ NR-ആയിട്ട് ടിക്കറ്റ് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എല്ലാം നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ NR = 100. നമുക്ക് പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. പലിശ നിരക്കെന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ 100/n. അപ്പോൾ 100/n എത്രയാണെന്ന് ചോദ്യത്തിൽ ഉണ്ടാവും? 10 വർഷം. ഓക്കെ, അപ്പോൾ n എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 100/10 എത്ര? 10. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 10%. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ, ഓപ്ഷൻ സി. ഓക്കെ, 2000 ജനുവരി 1 ശനിയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസം എന്നാണ് ചോദ്യം. ഈ ടൈപ്പ് ഓഫ് ചോദ്യമൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2000 ജനുവരി 1 ശനിയായാൽ 2006 ജനുവരി 1 ഏത് ദിവസം എന്നാണ് ചോദ്യം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മാസവും ഡേറ്റും സെയിം ആണ് എന്നുള്ളതാണ്. മാസവും ഡേറ്റും സെയിം ആണ്, ശരിയല്ലേ? 2000 ജനുവരി 1 ശനിയായാൽ 2006 ജനുവരി 1 ഏത് ദിവസം? മാസവും ഡേറ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഒന്ന്, 2000 2006 വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. വ്യത്യാസം എത്ര ഉണ്ടെന്ന് നോക്കണം. 2000 2006 തമ്മിലുള്ള വ്യത്യാസം എത്ര? 6. എന്നിട്ട് 2000 ജനുവരി 1 ശേഷം 2006 ജനുവരി 1 വരെ എത്ര ഫെബ്രുവരി 29 എന്ന ആ അധിക ദിവസം വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ 2000 ഒരു ലീപ്പ് ഇയറിനകത്തായി ഫെബ്രുവരി 29 വരത്തുള്ളൂ. അപ്പോൾ 2000 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ അതിനകത്ത് വരുന്നുണ്ട്, 2000-നകത്ത് ഒരു ഫെബ്രുവരി 29 വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2004-ലാണ്. അപ്പോൾ 2004 ഫെബ്രുവരി 29 വരുന്നുണ്ട്. ഇതെല്ലാം ലീപ്പ് ഇയർ ആണ്, ശരിയല്ലേ? അപ്പോൾ 2004 ലീപ്പ് ഇയർ ആണ്, 2000 ലീപ്പ് ഇയർ ആണ്, അതിവർഷം. അപ്പോൾ ഈ രണ്ടിടത്തും ഫെബ്രുവരി 29 വരുന്നുണ്ട്. പിന്നെ 2008 അടുത്തത്, പക്ഷേ 2008 2006 ജനുവരി 1 ശേഷം ആയതുകൊണ്ട് വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തുള്ള ഫെബ്രുവരി 29 ഈ തീയതിക്ക് ഇടയ്ക്ക് വരുന്നതല്ലേ? ആണ്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. ആ 2 കൂടി ഇതിനോടൊപ്പം കൂട്ടണം. അങ്ങനെ ടോട്ടലി എത്ര വരും? 8. ഈ കിട്ടിയ 8-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ശിഷ്ടം കിട്ടത്തില്ലേ? ആ ശിഷ്ടം എടുത്ത് ഇതിനോടൊപ്പം കൂട്ടിയാൽ ഉത്തരവായിരിക്കും. വർഷങ്ങളുടെ വ്യത്യാസം പ്ലസ് ഫെബ്രുവരി 29-ൻ്റെ എണ്ണം നമുക്ക് കിട്ടി 8. ആ 8-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ശിഷ്ടം, ആ ശിഷ്ടം എടുത്ത് ഈ ശനിയോടൊപ്പം കൂട്ടിയാൽ നമുക്ക് നമ്മുടെ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയും, ഞായർ. അപ്പോൾ നമ്മുടെ ആൻസർ ഞായർ, ഓപ്ഷൻ ഡി. ശ്രേണി പൂർത്തിയാക്കുക. ഒരു ലെറ്റർ സീരീസാണ്. നിങ്ങൾ നോക്കണം. YEB, WFD, UHG, SKI അങ്ങനെ പോവുകയാണ്. നിങ്ങളെല്ലാത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ ഒന്ന് നോക്കണം. ഇതിൻ്റെ എല്ലാം നമ്പർ നമുക്കത് നോക്കാം. Aക്ക് 1, Bക്ക് 2, Cക്ക് 3 അങ്ങനെ പോവാണേ. Y 25ാമത്തെ ലെറ്ററാണ്. ഓക്കെ, W എന്ന് പറഞ്ഞാൽ 23ാമത്തെ ലെറ്ററാണ്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് 2 കുറഞ്ഞിരിക്കുക ഇത്. U എന്ന് പറഞ്ഞാൽ 21ാമത്തെ ലെറ്ററാണ്. A 1, B 2, C 3, D 4, E 5 അങ്ങനെ പോപ്പം. U 21ാമത്തെ ലെറ്ററാണ്. S എന്ന് പറഞ്ഞാൽ 19ാമത്തെ ലെറ്ററാണ്. ഇത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക, നല്ലതാട്ടോ. A, B, C, D ഇങ്ങനെ പോയി A1, B2, C3, D4 ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു കിട്ടും. ഓക്കെ,
അപ്പോൾ 25 2 പോയ 23, 23 2 പോയ 21, 21 2 പോയ 19. അപ്പോൾ 19 2 പോയാൽ 17. ക്യൂ 17ാമത്തെ ലെറ്റർ ആര്? ക്യൂ. ക്യൂ ആണ്. അപ്പോൾ ക്യൂവിൽ തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കറുപ്പിക്കാവുന്നതാണ്. ക്യൂ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നിലധികം ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലോ നിങ്ങൾ അടുത്തത് നോക്കേണ്ടി വരും. ഈ 5ാമത്തെ ലെറ്ററാണ്, എഫ് 6ാമത്തെ ലെറ്ററാണ്, എച്ച് 8ാമത്തെ ലെറ്ററാണ് കേട്ടോ, കെ 11ാമത്തെ ലെറ്ററാണ്. നിങ്ങൾ ആലോചിച്ചേക്കുക, 5 6 1 കൂടി, 6 8 2 കൂടി, 8 11 3 കൂടി. അപ്പോൾ 1 കൂടി 2 കൂടി 3 കൂടി ഇങ്ങനെ പോവുക. അപ്പം അടുത്തത് എത്ര കൂടണം? 4 കൂടണം. 11 4 15. 15ാമത്തെ ലെറ്റർ, 15ാമത്തെ ലെറ്റർ ഒ ആണ്. ഒ ഒ ക്യു ഒ ആണ്ടേ, ക്യു ഒ. നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ എല്ലാം എല്ലാണ് അവസാനം. അപ്പോൾ പിന്നെ അത് കണ്ടുപിടിക്കേണ്ട കാര്യം പോലും ഇല്ല, ലാസ്റ്റ് എല്ലായിരിക്കും. വേണമെങ്കിൽ നോക്കാം. ബി 2 ആണ്, ഡി 4 ആണ്, ജി 7 ആണ്, ഐ 9 ആണ്. അപ്പോൾ 2 4 2 4 ആവാൻ 2 കൂടി, 4 7 3 കൂടി, 7 9 വീണ്ടും 2 കൂടി. അപ്പോൾ 2 4 2 കൂടി, 4 7 3 കൂടി, 7 9 2 കൂടി. അപ്പോൾ 2 കൂടി 3 കൂടി 2 കൂടി. അപ്പോൾ അടുത്തത് 3 കൂടണം. ഓക്കെ, 9 3 12. 12ാമത്തെ ലെറ്റർ എൽ, ക്യു എൽ. ബാക്കി ചുമ്മാ കണ്ടുപിടിച്ചതേ ഉള്ളൂ, എപ്പോഴേ ആൻസർ കിട്ടി, എന്നാലും വെറുതെ ഒന്ന് കണ്ടുപിടിച്ചതേ ഉള്ളൂ. ക്യു ഒ എൽ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയാനാര്? ഒറ്റയാൻ. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണത്തിൽ 3 എണ്ണത്തിനൊരു കോമൺ പൊതുവായ പ്രത്യേകതയും കാണണം, ഒരെണ്ണത്തിന് ആ പ്രത്യേകത കാണുകയും അരുത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ സംഖ്യകളാണെങ്കിൽ ഇത് ഏതിൻ്റെയെങ്കിലും ഗുണിതമാണോ എന്ന് അന്വേഷിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ ഈ 979 ഒരു 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11 8 88, 9 9, 11 9 99. എന്നുവെച്ചാൽ ഇതൊരു 11ൻ്റെ ഗുണിതമാണ്. ഈ 1089 നിങ്ങൾ നോക്കിയാലും അതൊരു 11ൻ്റെ ഗുണിതമാണ്. 108 11 9 തവണ 99. അടുത്ത 9, 108 99 പോയ 9 അല്ലേ? 9 9 11 9 99. ഓക്കെ, അപ്പം ഇതും 11ൻ്റെ ഗുണിതമാണ്. ഈ 1067 നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോ. 1067 11ൻ്റെ ഗുണിതമാണ്. 11ൻ്റെ ഗുണിതമാണോ നോക്കാനുള്ള എളുപ്പവഴിയൊക്കെ ഉണ്ട്, പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ല, മുമ്പോട്ട് പോവാണ്. 7 7 77 0. പക്ഷേ 870 ഇതും 11ൻ്റെ ഗുണിതമാണ്. പക്ഷേ 875 നിങ്ങളൊന്ന് പരിശോധിക്കുക. 875 11 11 7 77 0 1 5 11 9 99 6 റിമൈൻഡർ ഉണ്ട്. ഓക്കെ, ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇത് 3 എണ്ണത്തിനൊരു കോമൺ പ്രത്യേകത കണ്ടുപിടിച്ച് നമ്മൾ, അത് 3 11ൻ്റെ ഗുണിതമാണ്. പക്ഷെ ഇതല്ല. അപ്പോൾ ഓപ്ഷൻ എ ഉത്തരമാകും. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. 11 3 33. ഇതൊരു 33ൻ്റെ സ്ക്വയർ ആണേ. പക്ഷേ ഇത് 3 ഒരു സ്ക്വയർ അല്ല, ഇതൊരു സ്ക്വയർ ആണല്ലോ എന്ന് കരുതി നമുക്ക് വേണേൽ ഇതിനെ കറുപ്പിക്കാം. പക്ഷെ അതിനേക്കാൾ ശക്തനായിട്ട് നിൽക്കുന്ന ഇത് 3 11ൻ്റെ ഗുണിതോ ഇത് 11ൻ്റെ ഗുണിതോ അല്ല എന്നുള്ളതുമാണ്. ഓക്കെ, അങ്ങനൊരു കഥയുണ്ടേ. അപ്പോൾ ഇത് യാദൃശ്യവശാൽ അങ്ങ് സ്ക്വയറായി പോയതാവാം. 3 എണ്ണത്തിനൊരു പൊതു സ്വഭാവം ഉണ്ടാവുകയും മറ്റേതിന് അതില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഒറ്റപ്പെടും ഒരാൾ. അപ്പോൾ അയാളെ നമുക്ക് ഒറ്റയെന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ സാധ്യത ഒരു 99.9%. ആൻസർ 875 ആയിരിക്കും. ഓക്കെ, അടുത്ത ദിവസത്തിലൂടെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ തന്നെ 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണ് എങ്കിൽ സമാന്തര ശ്രേണിയിലെ 18ാം പദം ഏത്? ഇത് മുമ്പും ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. 7ാം പദത്തിൻ്റെ 7 മടങ്ങ് 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 11 7 കൂടെ കൂട്ടുന്ന 18ാം പദം എല്ലാം ഇപ്പോഴും 0 ആയിരിക്കും കേട്ടോ. 0. ഒന്നുകൂടെ, 7ാം പദത്തിൻ്റെ 7 മടങ്ങ് 11ാം പദത്തിൻ്റെ 11 മടങ്ങ് ഇത് തുല്യം. അങ്ങനെയാണെങ്കിൽ 11 7 കൂടെ കൂട്ടുന്ന 18ാം പദമാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം 0 ആയിരിക്കും, 0. ഇങ്ങനൊരു ഓപ്ഷനിൽ 0 ഇല്ല. അപ്പോൾ ഈ ഓപ്ഷനെ ഡി ഇവ ഒന്നും അല്ല എന്ന് കറുപ്പിക്കാം. ഇനി ഇൻ കേസ് ഈ ഒരു ഫാക്ട് അറിയാത്ത ഒരാൾ എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ 7ാം പദത്തിൻ്റെ 7 മടങ്ങ്, 7ാം പദത്തിനെ നമുക്ക് A7 എന്ന് എഴുതാം, അതിൻ്റെ 7 മടങ്ങ് അതിന് ഈക്വലാണ് 11ാം പദത്തിൻ്റെ 11 മടങ്ങ്. 11ാം പദം എന്ന് പറഞ്ഞാൽ A11 എന്ന് എഴുതാം, ഇതിൻ്റെ 11 മടങ്ങ്. അപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് എഴുതാം.
7-ാം പദത്തിൻ്റെ 7 മടങ്ങും 11-ാം പദത്തിൻ്റെ 11 മടങ്ങും തുല്യം. അപ്പോൾ 7 ഇൻറ്റു 7-ാം പദം എന്ന് പറഞ്ഞാൽ എന്തോ റിസൾട്ട് a പ്ലസ് 6d. 11 ഇൻറ്റു 11 11-ാം പദം എന്ന് പറഞ്ഞാൽ എന്തോ റിസൾട്ട് a പ്ലസ് 10d. 7 കൊണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 7a പ്ലസ് 7 42d. ദാറ്റ് ഇസ് ഇക്വൽ ടു ഇതുകൊണ്ട് ഓപ്പൺ ചെയ്യാം 11a പ്ലസ് 110d. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് 110d ഇപ്പുറത്താക്കിയിട്ട് 7d അപ്പുറത്തോട്ട് കൊണ്ടുവരിക. ചുമ്മാ ഇരിക്കട്ടെ. 110d ഇനി ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പം 42d മൈനസ് 110d അതിന് ഈക്വലാണ് 11a മൈനസ് 7a. 42dക്ക് അത് 110d പോകുന്നു. മീൻസ് 110 42 കുറച്ചാൽ പോരെ. 10 2 8, 10 4 6, 68d മൈനസ് 68d. ദാറ്റ് ഇസ് ഇക്വൽ ടു 11aക്ക് അത് 7a പോയ എത്ര 4d 4a 11 മൈനസ് 7 4 അല്ലേ. 68നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. 68നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1 4 4 2 8 7 4 28. അപ്പോൾ നമുക്ക് അപ്പുറം ഇപ്പുറം ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 68നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 17 കിട്ടും. അപ്പം മൈനസ് 17d ദാറ്റ് ഇസ് ഇക്വൽ ടു ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a എന്ന് കിട്ടും. അപ്പോൾ a എന്ന് പറഞ്ഞാൽ മൈനസ് 17d എന്ന് കിട്ടി. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 18-ാം പദം ഏതെന്നാ ചോദ്യം. 18-ാം പദം അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. 18-ാം പദം എന്ന് പറഞ്ഞാൽ a പ്ലസ് 17d. ഇത് a എന്ന് പറയുന്നത് മൈനസ് 17d ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഇട്ടുകൊടു മൈനസ് 17d പ്ലസ് 17d. അപ്പോൾ മൈനസ് 17d പ്ലസ് 17d എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും 0. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇതിനകത്ത്. 0 ഇല്ല. അപ്പോൾ ഇവ ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് അർപ്പിക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? ഓക്കെ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് എന്നൊന്നും പറയുന്നില്ല. എന്നാലും നല്ല ക്വസ്റ്റ്യനായിരുന്നു. അപ്പം മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.